രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുരോഗമിക്കുന്നു. 8ാം ദിനമായ ഇന്ന് കതിഹാറിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ഇന്ന് വൈകിട്ട് അരാരിയയിലെ പൊതുസമ്മേളനത്തോടെ അവസാനിക്കും. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, രാഹുലിന്റെ യാത്ര തുടരുന്നു. ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്നും യാത്രയുടെ ഭാഗമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ്, ഇന്നും ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ യാത്രയുടെ ഭാഗമാകും. തേജസ്വി യാദവ് യാത്ര തുടങ്ങിയത് മുതൽ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. ഇന്ന് വോട്ടർ അധികാർ യാത്രയുടെ 8ാം ദിനമാണ്. 8ാം ദിനമായി ഇന്ന് കതിഹാറിൽ നിന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് യാത്ര ആരംഭിക്കുന്നത്. വിവിധ മേഖലകളിലൂടെ കടന്നുപോകുന്ന യാത്ര വൈകിട്ട് 7:30 അരാരിയയിലെ പൊതുസമ്മേളനത്തോടു കൂടിയാണ് അവസാനിക്കുക. അതിനിടയിൽ ഇന്ന് 11:30 അരാരിയയിൽ നേതാക്കൾ മാധ്യമങ്ങളെ കൂടി കാണുന്നുണ്ട്. ദിവാങ്കർ ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. BJP-ക്കെതിരെയും ഒപ്പം അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒക്കെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പുരോഗമിക്കുന്നത്. ആ യാത്രയ്ക്ക് വലിയ ജനപിന്തുണ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അരാരിയയിലാണ് ഈ യാത്ര എത്തുന്നത്. അരാരിയെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തിയൊക്കെ പങ്കിടുന്ന മേഖലയാണ് ബീഹാറിലെ. അതുകൊണ്ട് തന്നെ അവിടെ ഇതിനോടകം നിരവധി പ്രശ്നങ്ങൾ, ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നിരവധി ആളുകൾ പുറത്തായതൊക്കെ ആയിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലേക്ക് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഉള്ള ഒരു മേഖലയാണ് ഈ അരാരിയ. അരാരിയയിലേക്കാണ് ഇന്ന് ഈ യാത്ര എത്തുന്നത് എന്നതുകൂടി ഒരു പ്രത്യേകതയാണ്. ഇതിനുശേഷം നാളെയും വോട്ടർ അധികാർ യാത്ര തുടരും. അതിനുശേഷം ഒരു ദിവസത്തേക്കൊരു ഇടവേള എടുത്തതിന് ശേഷമായിരിക്കും വീണ്ടും യാത്ര പുരോഗമിക്കുക. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയുടെ ഭാഗമാകും. 27-ന് സ്റ്റാലിൻ യാത്രയുടെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിദ്ധരാമയ്യൊക്കെ യാത്രയുടെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ത്യ സഖ്യം വലിയ ഒരു പിന്തുണ തന്നെയാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഗ്രാമീണ മേഖലകളിലൂടെയും നഗരമേഖലകളിലൂടെയും ഒക്കെ യാത്ര കടന്നു പോകുമ്പോൾ ബീഹാറിലെ ജനങ്ങളും യാത്രയ്ക്ക് വലിയ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉന്മേഷ്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.